ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 27 നാളുകൾക്കും ഈ 2025 സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്കൊരു പ്രത്യേകതയാണ്, ചെയ്ത് കാര്യമാണെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു കഴിവ് അവർക്കുണ്ട്. അങ്ങനൊരു കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഈ ഒരു കഴിവ് മുന്നോട്ട് കൊണ്ടുപോകുക നല്ലൊരു കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കുന്നത് നന്നായിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു കാര്യമാണിത് പ്രോത്സാഹിപ്പിക്കുന്നത്. അധ്യാപനം, മാർക്കറ്റിംഗ് മേഖല എന്നിവയിൽ നന്നായി ശോഭിക്കുവാൻ ഈ ഒരു കഴിവ് നിങ്ങൾക്ക് ഉപകരിക്കും. അത് നന്നായി നിങ്ങൾക്ക് ചെയ്യുവാനും സാധിക്കും. പൊതുരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊതുരംഗത്ത് ശോഭിക്കാൻ കഴിയും. ഒരു കാര്യം, പുറമേ വിനയവും പക്വതയും ഒക്കെ ഉണ്ടെങ്കിലും കുട്ടിത്തമുള്ളൊരു മനസ്സാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവേ ഉള്ളത്. അത് ഈ ഒരു 2025 അത് കുറച്ചും കൂടി ഉള്ളിൽ, അതായത് മനസ്സിലും പക്വതയും വിനയവും കൂടി ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതൊന്ന് ഉള്ളിലേക്കൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയത് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. പക്വതയും വിനയവും കുറച്ച് ഉള്ളിലേക്ക് കൂടി അത് നമ്മൾ ഇതാക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ട് നിങ്ങൾക്ക് 2025 ഗുണകരമാണ്. സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മളുടെ തീരുമാനങ്ങൾ ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടൊന്നൊരു ആശയവിനിമയം നടത്തുന്നത് നന്നായിരിക്കും. അവരുമായിട്ടൊന്ന് ആശയവിനിമയം നടത്തിയാൽ നന്നായിരിക്കും. സ്വന്തം തീരുമാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നടപ്പിലാക്കാതിരിക്കുക, അതാണ് ഗുണകരം. ആരെയും വകവയ്ക്കുന്ന സ്വഭാവ രീതിയല്ല പൊതുവേ ഈ തിരുവാതിര നക്ഷത്രക്കാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ തർക്കങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. തർക്കങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് മാറും. വിഷയങ്ങളിലേക്കായി പോകും അത്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു രംഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് പതിയെ പിൻവലിയുക. മറ്റൊരു കാര്യം പറയേണ്ടത്, ദേഷ്യം നിയന്ത്രിക്കുക. അതല്ലെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്കായിരിക്കും അത് പോകുന്നത്. അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുക്കുക. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ദേഷ്യം കുറച്ച് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ദേഷ്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എന്നാൽ നല്ല തർക്കങ്ങൾക്ക് നല്ല മറുപടി നൽകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ നല്ലൊരു സമയമാണ്. ഇതൊക്കെയാണ് തിരുവാതിര നക്ഷത്രക്കാരെക്കുറിച്ച് പറയാനുള്ള പൊതുവായിട്ടുള്ള കാര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.